ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രഷ് മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇതുകൊണ്ട് 2-3 ഐറ്റംസ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ രണ്ടാമത്തെ ഐറ്റമാണ് ഈ സ്പെഷ്യൽ അച്ചാറ്. ഇതിനായിട്ട് ഞാൻ ഇത്തിരി വലുപ്പത്തിലാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് ജീരകവും കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചെടുത്ത് വെച്ചതാണിത്. ചെറിയ ജീരകമാണേ. ഇനി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ രാവിലെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരത്താണ് അച്ചാറിട്ടത്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് മാങ്ങ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാമേ. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊരു പിടിയുണ്ട്. അച്ചാറല്ലേ, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേണമല്ലോ. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ 2.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണേ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാനേ. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. കായപ്പൊടിയും ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടിത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാമേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയൂടെ ചേർത്ത് കൊടുത്തായിരുന്നേ. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 1 സ്പൂൺ വിനാഗിരിയെ ചേർത്തിട്ടുള്ളേ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാമേ. മാങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാമേ. മാങ്ങയിൽ നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തതാണ്. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പുപൊടിയൂടെ ചേർത്ത് കൊടുക്കാമേ. മാങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ജീരകവും കൂടെ ഉള്ള ആ ഒരു പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ. അങ്ങനെ കണ്ടോ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത മാങ്ങ റെസിപ്പിയുമായിട്ട് വരാമേ. താങ്ക് യു ഫോർ വാച്ചിങ്.